നമസ്കാരം, മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ചെറുപയർ കൂട്ടാനാണ് കേട്ടോ. പുട്ടിനോ ചപ്പാത്തിക്കോ പൂരിക്കോ ചോറിനോ ആവാം. അപ്പം ഞാൻ ഇന്നലെ രാത്രി നല്ലോണം വേവണയ്ക്ക് ചെറുപയർ നന്നായിട്ട് വെന്താലാണ് ഇഷ്ടം. ഇന്നലെ രാത്രി തന്നെ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ നിറച്ചൊരു ഗ്ലാസ് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി, ഞാൻ ഇവിടെ മുളക് പൊടിക്കണ സ്ഥലത്ത് വാങ്ങിച്ചതാണ്. അങ്ങാടി മുളക് കഴിഞ്ഞു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഒരു 4 വിസിൽ മതി കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ ആകുമ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കണമല്ലോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് വലുത്, അതേപോലെ തന്നെ തക്കാളി വലുതാച്ച 1 എടുത്താൽ മതി, മീഡിയം സൈസാച്ച 2 എടുത്തോളൂ, 2 തക്കാളി. അതുകൂടി നമുക്ക് ഇതിലേക്ക് നുറുക്കിയിട്ടതിന് ശേഷം നമുക്ക് ഒരു 4 വിസിൽ അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ ആ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ചെറുപയറിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 വിസിൽ, ഞാൻ പറഞ്ഞില്ലേ 4 വിസിലാകുമ്പോഴേക്കും നല്ലോണം ആവും. വല്ലാതെ വേവണ്ട എന്നുള്ള ആൾക്കാർ 3 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഗ്യാസ് കൊളുത്തിട്ടുണ്ട്, കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ചെറുപയർ അപ്പുറത്തെ ഗ്യാസിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പുട്ടാട്ടോ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഗോതമ്പ് പുട്ട്, അരിപ്പുട്ടിനെക്കാട്ടിലും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഏത് ഗോതമ്പ് പൊടി ആയാലും ശരി ഒന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ പുട്ടിന് നനയ്ക്കണ മാതിരി തന്നെ കുറച്ച് വെള്ളത്തോടെ നനച്ചാൽ മതി. അത് കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിട്ടും. അല്ലാതെ അരിപ്പുട്ടിന് നനയ്ക്കണ മാതിരി വെള്ളം ഉപയോഗിക്കേണ്ട. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് മതി, അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, അങ്ങനെ കുഞ്ഞു കട്ടകളൊന്നും കുഴപ്പമില്ല. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിക്കുമ്പോഴേക്കും ശരിയാവുന്നതേ ഉള്ളൂ. കുറച്ചായിട്ട് തന്നെ വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് നനച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ അതേപോലെ മിക്സിയുടെ വെള്ളം നനവൊന്നും ഇല്ലാത്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇടത്ത് ഭാഗത്തേക്ക് തിരിച്ചാൽ മതി കേട്ടോ മിക്സി. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ആയി കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങോട്ട് ഇടത് ഭാഗത്തേക്ക് തിരിച്ചാൽ മതി കണ്ടോ. അപ്പോൾ ഉഷാറ് പുട്ടാവും. പിന്നെ സാധാരണ നാളികേരം ഇടുക, ഗോതമ്പ് പൊടി ഇടുക, നാളികേരം ഇടുക, ഗോതമ്പ് പൊടി ഇടുക, അതൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ചെയ്ത് നോക്കൂ, നന്നായി കിട്ടും കേട്ടോ പുട്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടി ക്രഷ് ചെയ്യണത് ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചെറുപയർ കൂട്ടാനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് മതി, കയ്യിൽ ഒരു നല്ല കൈപ്പിടി തേങ്ങ, നല്ലോണം ഒരു കൈപ്പിടി പറയില്ലേ, അത്ര മതി. അല്ലാതെ മുറി കണക്കൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് ഒന്നങ്ങോട്ട് പിഴിഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒന്നും വേണ്ട. നന്നായിട്ട് നാളികേരം അരച്ചതിന് ശേഷം ഒരു അരിപ്പേ കൂടെ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പാല് മതി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ചെറുപയറിലേക്ക് ഞാൻ വളരെ കുറച്ച് ഉപ്പേനെ ഇട്ടിട്ടുള്ളൂ, ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് വേഗം വഴന്ന് കിട്ടും ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ചോറിനും കഴിക്കാൻ പറ്റും. കുറച്ച് വെള്ളം അധികം ഇല്ലാതെ നമ്മൾ കട്ടയായിട്ടാണെന്ന് വെച്ചാൽ പുട്ടിനെടുക്കാം, ചോറിന് സൈഡ് കറി ആയിട്ട് അങ്ങനെ തന്നെ എടുക്കാം. അല്ല ഒറ്റ കൂട്ടാനേ ഉള്ളൂ വെച്ചാൽ കുറച്ച് വെള്ളമാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമുളക് ഇഞ്ചിയുടെയൊക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ
കണ്ടോ, തലേ ദിവസമാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്, ഇതേപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ പുട്ടിനൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലോണം കുതിരണ്ടേ പുട്ടിൽ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് വേവും. പക്ഷേ ഇത്രയും നന്നായിട്ട് നമുക്കൊരു യോജിപ്പ് വരണമെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. ഓരോ പയറിനും ഓരോ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നാളികേരം ജീരകവും കൂടി ഒന്ന് അരച്ചിട്ട് പാലെടുത്തില്ലേ, 1-ാം പാലും 2-ാം പാലും ഒന്നും വേണ്ട, നന്നായിട്ട് അരച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ അധികം നേരം കിടന്ന് തിളപ്പിക്കേണ്ട. ഒരു തിള വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക, അത്ര പണിയുള്ളൂ. ഒരു തിള വരട്ടെ കേട്ടോ. കണ്ടോ, ഇതിലിരുന്നിട്ട് നന്നായിട്ട് കൊഴുക്കും. നമുക്ക് കരിവേപ്പില താത്തി കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കസൂരി മേത്തി. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ചെറുപയറൂട്ട നന്നായിട്ട് കട്ടായിട്ടുണ്ട്. ഇത് വാങ്ങിയിട്ട് ഉടനെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ എപ്പോഴും ഇടുന്നതാണ് കുരുമുളക് പൊടി. അപ്പോൾ നോക്കുമ്പോൾ രാവിലെ ഇനിയിപ്പോൾ പൊടിക്കാനും നിൽക്കണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ. ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പുട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ഗോതമ്പ് പുട്ട് ശരിയാവുന്നില്ല എന്നുള്ള ആൾക്കാർ ഇതേപോലെ ഉണ്ടാക്കി വെക്കും, നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സൂപ്പർ ചെറുപയർ കിട്ടാം. മുകളിലോ സൈഡിലോ എവിടെ വേണമെങ്കിൽ വിളമ്പാം. പുട്ടിലേക്കൊക്കെ ആകുമ്പോൾ കൂട്ടാൻ നല്ലോണം വേണം കേട്ടോ. കണ്ടോ, സൂപ്പർ ഗോതമ്പ് പുട്ടും അതുപോലെ തന്നെ ചെറുപയർ കറി ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ പുട്ട് തരാം, ഒരു കഷ്ണം മാറ്റിക്കട്ടെ കേട്ടോ. കണ്ടോ, ഇത് മുഴുവനിക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ, ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം കാണിക്കണ്ടേ. പുട്ടെടുക്കാം. നല്ല ചൂട്, പുട്ടും ചൂട്, കൂട്ടാനും ചൂട്. ഇവിടെ പഴമുണ്ട്, പക്ഷെ കൂട്ടുണ്ടാകുമ്പോൾ പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും കഴിച്ചോളൂ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം. അതുവരേക്ക് ടാറ്റാ.